അതെ, ഈ മദ്യപിക്കുന്നവരായാലും പുകവലിക്കുന്നവരായാലും നമുക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും അല്ലേ? പക്ഷേ ഈ ഡ്രഗ്സ് എടുക്കുന്നവരെ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക? നമ്മുടെ അടുത്ത തലമുറ ഒരു വലിയ ചോദ്യചിഹ്നത്തിലോട്ടാണ് പോകുന്നത്. മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ, നമ്മുടെ കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് വെച്ചാലേ, നമ്മുടെ നാട്ടില് എസ്പെഷ്യലി യുവജനങ്ങൾക്കിടയിൽ ഈ ഡ്രഗ്സിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കൂടി വരികയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസാനം, അതല്ലെങ്കിൽ ഇതിന് എതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? നമ്മുടെ കേരള ഗവൺമെന്റ് ഈ നാർക്കോട്ടിക് ഹണ്ട് എന്ന ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കേരള പോലീസിനെയാണ് കേട്ടോ. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇത് വെറും കേരള പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ? ഈ ഒരു ക്യാമ്പയിന് നമ്മുടെ വക എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു വലിയ ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യൻ ഓയിലിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ഓയിലിന്റെ കാലിക്കറ്റ് ഡിവിഷൻ മാനേജർ ഭാനുപ്രതാപ് ചന്ദ്രാകർ ആൻഡ് ഏരിയ മാനേജർ അഭിനവ് എസ് നാഥ്, ഇവർ രണ്ടുപേരും നമുക്കുള്ള വലിയ പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. നമ്മളോട് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ, നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം നമുക്ക് നൽകി. അങ്ങനെ ഇന്ത്യൻ ഓയിലിന്റെ കേരളത്തിലെ ഒരു പ്രസ്റ്റീജിയസ് ഔട്ട്ലെറ്റ് ആയ ദി ഏട്രിയം എനർജീസ് എന്ന ഫ്യൂവൽ സ്റ്റേഷനിൽ ഓപ്പറേഷൻ തൂഫാന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉദ്ദേശം വളരെ ചെറുതാണ്, തൂഫാൻ വാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അഥവാ നമ്മുടെ ഈ പെട്രോൾ സ്റ്റേഷനിലുണ്ടല്ലോ, ഒരു ദിവസം 1000 മുതൽ 2000 വരെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എസെൻഷ്യൽ സർവീസസ് ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ ഏട്രിയം എനർജീസിൽ. അതുകൊണ്ട് തന്നെ ഒരു 2000 റേഞ്ചിലേക്ക് ഒരു ദിവസം ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അതൊരു വൻ വിജയമായിരിക്കില്ലേ നമ്മുടെ ഭാഗത്തു നിന്നും? അങ്ങനെയാണ് ഏട്രിയം എനർജീസ് ഇന്ത്യൻ ഓയിൽ ഫ്യൂൽ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. ഏട്രിയം എനർജീസിന്റെ മാനേജ്മെന്റ് ടീം അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനും അതേപോലെ മറ്റ് എംപ്ലോയീസിനും തൂഫാൻ ദ വാരിയർ എന്ന ബാഡ്ജ് ധരിപ്പിച്ചിട്ട് ഈ ഒരു മിഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ. അവരിലൂടെ ഇനി ഈ ഏട്രിയം എനർജീസ് വിസിറ്റ് ചെയ്യുന്ന എല്ലാ പൊതുജനങ്ങളിലേക്കും ഇതിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം ഇനി തൊട്ട് നടത്തുന്നതായിരിക്കും. ഓക്കെ, പടന്ന ഗണേഷ് മുക്കിലുള്ള ഏട്രിയം എനർജീസ് എന്ന ഇന്ത്യൻ ഓയിലിന്റെ ഫ്യൂവൽ സ്റ്റേഷനിലാണ് തൂഫാൻ നാർക്കോട്ടിക് വാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള മിഷൻ ആരംഭിച്ചതെങ്കിലും കാലിക്കറ്റ് ഡിവിഷന്റെ കീഴിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും വരും ദിവസങ്ങളിൽ ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴേ ഒരാള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഒരാളുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം തോന്നുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് വാശി കാണിക്കുക, അതേപോലെ തന്നെ ഭയങ്കരമായ വിശപ്പ് കുറവ്, വെയിറ്റ് ലോസ് ഉണ്ടാവുക, അതേപോലെ ഉറക്കക്കുറവ്, പതിവില്ലാതെ ആളുടെ കയ്യിലോ ചുണ്ടിലോ എന്തെങ്കിലും പൊള്ളൽ മാർക്സ് കാണുന്നുണ്ടെങ്കിൽ, അതേപോലെ സ്കിൻ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്, എന്തെങ്കിലും ആബ്സിസ് പോലെയോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ അവരെ വാച്ച് ചെയ്തു, നിങ്ങൾക്ക് അറിയാൻ പറ്റി ആൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആളോട് ദേഷ്യപ്പെടുമോ? ഒരിക്കലും ദേഷ്യപ്പെടരുത് കേട്ടോ. ആളെ വളരെ കാമായിട്ട്, പറ്റുമെങ്കിൽ വളരെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഒറ്റയ്ക്ക് മാറി ഇരുത്തിയിട്ട് ആളോടൊന്ന് വളരെ കാമായിട്ടൊന്ന് സംസാരിക്കുക. ആൾ ചിലപ്പോൾ ഓപ്പൺ ആയേക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തിനും ഞാനുണ്ട്, നിനക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരാൻ പറ്റും, നിനക്ക് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആളെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആളെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ആസ് എ ഡോക്ടർ എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. കേരളം മൊത്തത്തിൽ മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവരുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ നാട്ടിൻ്റെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഭാഗമാകാൻ തീരുമാനിക്കുന്നു. നമ്മുടെ സ്ഥാപനമായ
ആട്രിയം എനർജീസ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പും അതിൻ്റെ മൊത്തം സ്റ്റാഫും ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ മിഷനാണ് തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ട്. നമ്മുടെ ബിസിനസ് എത്ര ചെറുതാവട്ടെ, ഒരു എംപ്ലോയി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ 100 എംപ്ലോയീസ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇറസ്പെക്റ്റീവ് ആ ഓരോ എംപ്ലോയീസിനെയും ഈ തൂഫാൻ വാരിയേഴ്സാക്കി മാറ്റാൻ ഒരു എംപ്ലോയർ എന്ന രീതിയിൽ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ ആ എംപ്ലോയീസിലൂടെ നമ്മളിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും ഈ തൂഫാൻ്റെ ബോധവൽക്കരണം നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ, ഈ തൂഫാൻ എന്ന വലിയ മിഷൻ കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത ഈ വലിയ മിഷൻ ഒരു വൻ വിജയമാക്കി മാറ്റണം. അപ്പം ഓരോ പ്രൈവറ്റ് എൻറ്റിറ്റീസും ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം. ഇതൊരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് ഓഫീഷ്യൽസിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് നർക്കോട്ടിക്സ് ദൂരപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഓൾറെഡി ഒരു പ്രൊജക്റ്റായിട്ട് വന്നിട്ടുണ്ട് തൂഫാൻ. അപ്പോൾ ഈ തൂഫാൻ്റെ വാരിയേഴ്സാക്കി നമ്മുടെ ഓരോ എംപ്ലോയീസിനെയും ഓരോ ക്ലയൻറ്റിനെയും ഓരോ കസ്റ്റമേഴ്സിനെയും മാറ്റാൻ ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും പറ്റിയാൽ അത് തൂഫാനുള്ള വലിയൊരു വിജയമായി മാറും. എൻ്റെ എല്ലാവിധ ആശംസകളും ഈ തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ടിന് ഞാൻ നേരുകയാണ്.